വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും എപ്പിസോഡുകളുടെ ടൈമിങ്ങിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് സീസൺ 2 സ്റ്റാർട്ടാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഉപ്പുമുളകും മൺഡേ ടു ഫ്രൈഡേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ തന്നെയാണ് ഓൾമോസ്റ്റ് ഒരു 6-7 മാസം ഉപ്പുമുളകും പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ആ ഒരു സീരിയലായിരുന്ന ആ ഒരു സമയത്ത് ഉപ്പുമുളകും ശനിയാഴ്ചയിലോട്ട്, അതായത് ആഴ്ചയ്ക്ക് 7 ദിവസമുണ്ടെങ്കിൽ ഞായറാഴ്ച മാത്രം ഒഴിവാക്കിയിട്ട് തിങ്കൾ മുതൽ ശനി വരെ എന്ന രീതിക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അത് ഫാൻസിന് ഒരു ഭയങ്കര സന്തോഷം നൽകിയ കാര്യമാണ്. കാരണം ഞായറാഴ്ച പോലും എപ്പിസോഡ് വെക്കാനായിട്ട് ചോദിക്കുന്ന ഫാൻസുകാർ ഒരുപാടുണ്ട്. വേറെ ഏത് പരിപാടിക്കും അങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രത്തോളം ഒരു ട്രൂ സപ്പോർട്ട് കിട്ടുന്ന ഒരു പരിപാടി തന്നെയാണ് ഉപ്പുമുളകും. അങ്ങനെ തിങ്കൾ മുതൽ ശനി വരെ എന്ന നിലയ്ക്കായിരുന്നു എപ്പിസോഡുകൾ വന്നുകൊണ്ടിരുന്നത്. പിന്നീട് ഫ്ലവേഴ്സ് ടീം അതും വെട്ടിച്ചുരുക്കിയിട്ട് വീണ്ടും തിങ്കൾ മുതൽ വെള്ളി വരെയാക്കി. കഴിഞ്ഞ ഒക്ടോബർ തൊട്ടാണ് ഉപ്പുമുളകും ശനിയാഴ്ചത്തെ എപ്പിസോഡ് കട്ടായത്. എന്നിട്ട് ആ ഒരു സമയത്ത് ആ ഒരു സ്ലോട്ടിൽ ഫ്ലവേഴ്സ് പുതിയൊരു പരിപാടി ലോഞ്ച് ചെയ്തു. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ എന്ന രീതിക്കുള്ള ഒരു പുതിയൊരു പരിപാടി ഡെയിൻ ഡേവിസ് ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ഷോ ഫ്ലവേഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഉപ്പുമുളകും ഫാൻസിന് എല്ലാവർക്കും ഒരു നിരാശയാണ് നൽകിയത്. കാരണം ഞായറാഴ്ച പോലും എപ്പിസോഡ് വേണമെന്ന് പറഞ്ഞിരിക്കുന്ന ഓഡിയൻസിൻ്റെ അടുത്ത് ഉള്ള ശനിയാഴ്ചത്തെ എപ്പിസോഡും കൂടി എടുത്തു കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര ഒരു ഫാൻസുകാർക്ക് എല്ലാവർക്കും ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 3-4 മാസമായിട്ട് അങ്ങനെ തന്നെയാണ്. ശനിയാഴ്ച എപ്പിസോഡില്ല, ശനി ഞായർ ലീവ് ആയിട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന രീതിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ ഒരു സമയത്ത്, അതായത് ശനി ഞായർ 6 വരേക്ക് മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിച്ചത് ആ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞാൽ ആ ഒരു സമയത്തേക്ക് വീണ്ടും ഉപ്പുമുളകും തിരിച്ചു വരുമെന്നാണ് അവസാനം അറിയാൻ സാധിച്ചത്. അതൊരു നല്ല തീരുമാനം തന്നെയാണ് ഉപ്പുമുളകിൻ്റേത്, മാത്രമല്ല ഫ്ലവേഴ്സ് ടീമിൻ്റേത്. ഇനി പുതിയൊരു പരിപാടി ഒന്നും തുടങ്ങാതിരുന്നാൽ, അല്ലെങ്കിൽ ഈ ഒരു മ്യൂസിക്കൽ വൈഫിൻ്റെ സീസൺ 4 വരാതിരുന്നാൽ ആ ഒരു സമയത്തേക്ക് ഉപ്പുമുളകും തിരിച്ചു വരിക തന്നെ ചെയ്യും. നമുക്കെല്ലാവർക്കും അറിയാം ഫ്ലവേഴ്സിൻ്റെ ഏറ്റവും ഹിറ്റ് പരിപാടികളിൽ ഒന്ന് തന്നെയാണ് ഉപ്പുമുളകും. അപ്പോൾ ആ ഒരു സമയത്ത് ഉപ്പുമുളകും ഇടുന്നത് തന്നെയായിരിക്കും എന്തുകൊണ്ടും ഫ്ലവേഴ്സ് ടീമിനും ഉചിതമായ തീരുമാനമായിരിക്കുകയുള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് ശനിയാഴ്ച എപ്പിസോഡ് ക്യാൻസൽ ചെയ്തതെന്ന് വെച്ചാൽ, പുതിയൊരു പരിപാടി തുടങ്ങുമ്പോൾ ആഴ്ചയ്ക്ക് മിനിമം 2 എപ്പിസോഡെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ടാണ് ശനിയും ഞായറും എന്ന രീതിക്ക് എടുത്തത്. ഒരു ദിവസം ഞായറാഴ്ച മാത്രം ഇറക്കുന്ന ഒരു പുതിയൊരു പരിപാടിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കണം 2 ദിവസമായിട്ട് എടുത്ത് ആ സമയത്ത് ഉപ്പുമുളകിനെ ക്യാൻസൽ ചെയ്തത്. ഇപ്പോൾ ആ ഒരു പരിപാടി തീരുന്ന സ്ഥിതിക്ക് ആ ഒരു സമയത്തേക്ക് ഉപ്പുമുളകും വീണ്ടും തിരിച്ചു വരാൻ, അതായത് ശനിയാഴ്ചത്തെ എപ്പിസോഡുകൾ വീണ്ടും തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപക്ഷെ ശനിയാഴ്ച ഉപ്പുമുളകും എപ്പിസോഡുകൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ആഴ്ചയ്ക്ക് 6 ദിവസം നമുക്ക് ഉപ്പുമുളകും കാണാൻ പറ്റും. ഏതായാലും ആ ഒരു സമയത്ത് ഉപ്പുമുളക് തന്നെ വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നിങ്ങൾ പണ്ടത്തെ പോലെ ശനിയാഴ്ചത്തെ എപ്പിസോഡ് മിസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.